Hi friends, Assalamualaikum. Welcome back to our channel Aafi Flavour. എന്തൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു അടിപൊളി മീൻ കറിയാണ്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ മീൻ കറി തയ്യാറാക്കാൻ പറ്റും. നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു മീൻ കറിയാണിത്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയും. അപ്പം നമ്മൾ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് കമൻറ്റ്. കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞ ബെല്ലൈക്കനും കൂടെ പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷനും കൂടെ പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. അപ്പം നമുക്കെങ്ങനെ മീൻ കറി തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. അതിനായിട്ട് നമ്മളിതാ മീൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. അപ്പം നമ്മളിവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് കുറച്ച് ചുവന്നുള്ളിയാണ്, ഒരു പിടിയോളം വരും. പിന്നെ കടുക് വറുക്കാനായിട്ട് ആവശ്യമുള്ള 5-6 ചുവന്നുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു 7-8 വെളുത്തുള്ളി കുഞ്ഞായിട്ട് അരിഞ്ഞത്, പിന്നെ ഒരു മുരിങ്ങയ്ക്ക, പിന്നെ പച്ചമാങ്ങ, നല്ല പുളിയുള്ളതാണെങ്കിൽ പകുതി മതി കേട്ടോ. പിന്നെ തക്കാളി, പിന്നെ പുളി പിഴിഞ്ഞതും. നമ്മൾ 2 തക്കാളി എടുത്തിട്ടുള്ളൂ. തക്കാളിക്ക് നല്ല പുളി ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. പിന്നെ പച്ചമാങ്ങയ്ക്ക് നല്ല പുളിയാണ്, അതുകൊണ്ട് നമ്മൾ ഒരെണ്ണത്തിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ. ഇത് രണ്ടും ചേർക്കുന്നുണ്ട് നമ്മൾ, പുളി കുറച്ച് മതി. പിന്നെ ഇതെല്ലാം കൂടെ നമ്മൾ ഇടുകയും ചെയ്യുന്നുണ്ട്. അതിനാണ് ഈ കറിക്ക് പ്രത്യേക ടേസ്റ്റ്. ഇതാ നമ്മൾ അടുപ്പിലേക്ക് ഒരു ചട്ടി വെച്ചെടുത്തിട്ടുണ്ട്. ഇതാണ്ട് ഈ ചട്ടി ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ മൂപ്പിച്ചെടുക്കാം. ഇതാ നമ്മൾ ഉലുവ ഇവിടെ നല്ല മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 7-8 വെളുത്തുള്ളി കുഞ്ഞായി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 3 പച്ചമുളക് കീറിയത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അതും നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു പിടി കുഞ്ഞുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അത് നമുക്ക് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് 2 തക്കാളി അരിഞ്ഞതും കൂടി ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് ഇനി നമുക്ക് ഇതും കൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് പച്ചമാങ്ങയും കൂടി ഇട്ട് കൊടുത്താലോ. ഇനി നമുക്ക് ഒരു മുരിങ്ങയ്ക്ക അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സ് ആക്കിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒന്നും കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി,
2 ടീസ്പൂൺ മല്ലിപ്പൊടി, 3 ടീസ്പൂൺ മുളക് പൊടി. ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നല്ല മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ പിഴിഞ്ഞ് വെച്ചിരുന്ന പുളി കുറച്ച് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് മീൻ ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ദാൻ ഇവിടെ നല്ല തിളയ്ക്കുന്നുണ്ട്. അതവിടെ ഇരിക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്കൊരു മിക്സ് എടുക്കാം. അതിനുശേഷം 1.5 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 6-7 കുഞ്ഞുള്ളി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് നല്ല രീതിയിൽ അടിച്ചെടുക്കാം. അപ്പം അതാ നമുക്ക് അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ. ഇതാ നമ്മളിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതാണ്ട് നമ്മളെ മീനെല്ലാം ഇവിടെ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ഇതാ എണ്ണയൊക്കെ മേളിൽ വന്ന് നല്ല തിളയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മൾ ആ തേങ്ങയും കുഞ്ഞുള്ളിയും അടിച്ചു വെച്ചില്ല, അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് മീൻ പൊടിയാത്ത രീതി പയ്യ സ്പൂൺ കൊണ്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മീൻ പൊടിയല്ല കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കടുക് മൂപ്പിച്ചിടാം. അതിനായിട്ട് അടുപ്പിലേക്ക് ഒരു പാൻ വയ്ക്കുക. ഈ പാൻ ഒന്ന് ചൂടായതിനു ശേഷം കോക്കനട്ട് ഓയിൽ ഒഴിച്ചെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ച കുഞ്ഞുള്ളി ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില, ഇതെല്ലാം കൂടെ നമുക്ക് നല്ലൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ മീൻ കറിയിലേക്ക് അത് ഒഴിച്ചു കൊടുക്കാം.
വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ കറിയാണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാ റെസിപ്പി ഈസിയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് ചെയ്ത് അറിയിക്കാനും മറക്കണ്ട. കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടാനും പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ തൊട്ടടുത്ത് കാണാൻ കുഞ്ഞു ബെലൈക്കൺ കൂടെ പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൂടെ പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. കൂടെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം ആരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട കേട്ടോ. ഇൻഷാല്ലാ അടുത്ത വീഡിയോ നമുക്ക് ഇനിയും കാണാം. എല്ലാവരും സേഫായിട്ടിരിക്കുക. ടേക്ക് കെയർ. ബൈ ബൈ. അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.